നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കിഴുപ്പിള്ളിക്കര പന്നിക്കുളത്തിലേക്ക് അഴിമാവ് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞു വീണു. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിൽ BJP പ്രവർത്തകരുടെ ആഹ്ലാദം പങ്കുവയ്ക്കൽ തുടരുന്നു. നാടാകെ ചെടിനട്ട് പരിസ്ഥിതി ദിനാഘോഷം. വാർത്തകൾ വിശദമായി. കിഴുപ്പിള്ളിക്കര അഴിമാവ് റോഡിന്റെ ഒരു വശം കുളത്തിലേക്ക് ഇടിഞ്ഞ് താഴ്ന്ന അപകടാവസ്ഥ. അഴിമാവ് റോഡിൽ പന്നിക്കുളത്തിനോട് ചേർന്നാണ് ഒരു ഭാഗത്തെ കരിങ്കൽ കെട്ട് തകർന്ന് കുളത്തിലേക്ക് പതിച്ചിരിക്കുന്നത്. കനത്ത മഴയിൽ കുളത്തിലേക്ക് റോഡിന്റെ ഒരു ഭാഗം തന്നെ തള്ളിപ്പോകാൻ സാധ്യത കൂടുതലാണ്. തകർന്ന ഭാഗത്തിനോട് ചേർന്ന് വൈദ്യുതി തൂൺ നിൽക്കുന്നതും അപകടാവസ്ഥ വർദ്ധിപ്പിക്കുന്നു. അഴിമാവ് പാലം വന്നതിനുശേഷം ഈ റോഡിലൂടെ ഭാരവാഹനങ്ങളടക്കം നിരന്തരം പോകുന്നുണ്ട്. തൊട്ടടുത്തായി LP സ്കൂളുമുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളും സ്കൂളിലേക്കുള്ള വാഹനങ്ങളും ആശങ്കയിലാണ് ഇതുവഴി കടന്നുപോകുന്നത്. എതിർവശത്തുള്ള വാഹനങ്ങൾക്ക് അരികു നൽകുന്നതിനിടയിൽ വാഹനങ്ങൾ തെന്നിവീഴാനും സാധ്യത കൂടുതലാണ്. വളവിനോട് ചേർന്നായതിനാലും പുല്ല് മൂടി കിടക്കുന്നതിനാലും കാൽനടക്കാരും വാഹനയാത്രക്കാരും അപകടാവസ്ഥ തിരിച്ചറിയുന്നില്ല. രാത്രി അപരിചിതരായ വാഹനങ്ങൾക്ക് അപകടാവസ്ഥ കൂടുതലാണ്. മഴ ശക്തമാകുന്നതിനു മുൻപ് വശമിടിഞ്ഞ് തകർന്ന ഭാഗം ബലപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമാകും ഉണ്ടാവുക. അഴിമാവ് പാലം നിർമ്മാണത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആധുനികമായ പുനർനിർമ്മിച്ചതാണ് അഴിമാവ് റോഡ്. വാടാനപ്പള്ളി സെന്ററിൽ ചീറ്റുവ റോഡിലെ ബസ് സ്റ്റോപ്പിലേക്ക് കാറിടിച്ചു കയറി 4 പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെ 11:00-നോടെയായിരുന്നു അപകടം. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിലിടിച്ച് സമീപത്തെ ബസ് സ്റ്റോപ്പിലേക്ക് കയറി കാനയിൽ തട്ടിയാണ് വാഹനം നിന്നത്. പരിക്കേറ്റവരെ വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂരിലെ ആശുപത്രിയിലെത്തിച്ചു. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിൽ BJP തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. തളിക്കുളം പഞ്ചായത്തിൽ BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 100 കണക്കിന് പേർ പങ്കെടുത്ത പ്രകടനത്തിൽ സുരേഷ് ഗോപിക്ക് കെട്ടിവെക്കാനുള്ള തുക നൽകിയ മത്സ്യത്തൊഴിലാളികളും പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഗീഷ് പൂരാടൻ, മണികണ്ഠൻ ആലയിൽ, റിനീഷ് പട്ടാലി, രാജു അമ്പലപ്പറമ്പ്, ബിജോയ് പുളിയമ്പ്ര, ബിന്നി അറയ്ക്കൽ, KM മോഹനൻ, വേലായുധൻ മയൂർ എന്നിവർ നേതൃത്വം നൽകി. സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. നാട്ടിക സെന്ററിൽ നിന്ന് പുറപ്പെട്ട പ്രകടനം തൃപ്രയാർ സെന്ററിലെത്തി ക്ഷേത്രം പടിഞ്ഞാറേ നടയിലെത്തി സമാപിച്ചു. സുരേഷ് ഗോപിയുടെ ഫോട്ടോയിൽ പ്രവർത്തകർ പാലഭിഷേകം നടത്തി. BJP നേതാക്കളായ AK ചന്ദ്രശേഖരൻ, ലാലൂണുങ്ങൽ, സജിനി, KS സുധീർ, NS ഉണ്ണിമോൻ, PV സെന്തിൽകുമാർ, സുരേഷ് യാനി, ഗ്രീഷ്മ സുഗിലേഷ്, PK ബേബി എന്നിവർ നേതൃത്വം നൽകി.
NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഉജ്ജ്വല വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മണലൂർ പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാർക്കും മെമ്പർമാർക്കും BJP അംഗങ്ങളായ രതീഷ് കൂനത്ത്, മിനി അനിൽകുമാർ, കൃഷ്ണേന്ദു ഷിജിത്ത് എന്നിവർ മധുരം വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടമുട്ടം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം എടമുട്ടം ലയൺസ് ഹാളിൽ നടത്തി. ജില്ലാ സെക്രട്ടറി KK ഭാഗ്യനാഥൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KS ഷാജു അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി PN സുജിത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. താജുദ്ദീൻ കാവുങ്ങൽ, ഷാജഹാൻ, രവീന്ദ്രൻ ഉള്ളാട്ടിൽ, KS സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ആദരവ് നൽകി. തിരുവനന്തപുരത്ത് നടന്ന വ്യാപാര സംരക്ഷണ വാഹന പ്രചരണ ജാഥയുടെ സമാപനത്തിൽ പങ്കെടുത്തവരെ ആദരിച്ചു. പുതിയ പ്രസിഡന്റായി PN സുജിത്തിനെയും സെക്രട്ടറിയായി KS ഷാജുവിനെയും ട്രഷററായി KS സന്തോഷിനെയും തെരഞ്ഞെടുത്തു. എൻ്റെ ഓർമ്മയിൽ വരുന്നത് നമ്മുടെ പഴയ സുഹൃത്തുക്കളെ ഞാൻ ഓർത്തുപോയി. ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേറ്റ് കൗൺസിലിൽ വളരെ കാലം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ മക്കളിപ്പോൾ സൂര്യൻ്റെ മക്കളും കൂടെ വ്യാപാരം വിട്ട് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളത്, സംഘടനയുടെ മുഖ്യധാരയിൽ നിങ്ങൾ ഓരോരുത്തരുണ്ടാകും. ഇന്നിവിടെ വാർഷികമാണ്. എനിക്ക് തോന്നുന്നു പകുതി താഴെ ആളുകളെ വ്യാപാരികളെ തോന്നുന്നതാണ്. നമ്മൾ ഈ വാർഷികം കൊണ്ടാടുന്നത് ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ്. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് CPM മണലൂർ ലോക്കൽ കമ്മിറ്റി കാഞ്ഞാണി സെന്ററിൽ വൃക്ഷത്തൈ വിതരണം നടത്തി. CPM മണലൂർ ഏരിയ സെക്രട്ടറി CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. KV ഡേവിസ് അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗം VN സുർജിത്ത്, PS പ്രസാദ്, ജനാർദ്ദൻ മണ്ണുമ്മൽ, KS വിവേക്, TV മനോഹരൻ, ജോൺസൺ എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് PR മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർമാരായ വിജയൻ, കണ്ണൻ കൂട്ടാല, ലിസി തോമസ്, ഷിജി അമൃതസെൻ, സൗമ്യ ഗിരീഷ്, സെക്രട്ടറി VD അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഫലവൃക്ഷ തൈ നട്ടുകൊണ്ട് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത അധ്യക്ഷയായി. തളിക്കുളം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, തളിക്കുളം ബ്ലോക്ക് മെമ്പർ V കല, മെമ്പർമാരായ സിംഗ് വാലത്ത്, സന്ധ്യ മനോഹരൻ, KK സൈനുദ്ദീൻ, തൊഴിലുറപ്പ് എഞ്ചിനീയർ അശ്വതി സന്തോഷ്, ഓവർസിയർ അർച്ചന, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PS സഫീർ, ഹെൽത്ത് ഇൻസ്പെക്ടർ AI മുഹമ്മദ് മുജീബ് എന്നിവർ സംസാരിച്ചു. ആ ഒരു വാക്കിൽ തന്നെ എല്ലാ അർത്ഥങ്ങളും ഒളിഞ്ഞു കിടക്കാണ്. നമ്മുടെ ഭാവി നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ നമ്മുടെ ഭൂമി, അല്ലെങ്കിൽ നമ്മൾ വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി, നമ്മുടെ പ്രകൃതി സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമാണ് അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ ഭാവി തലമുറയ്ക്ക് കൈമാറാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? മായ കോളേജ് നിങ്ങൾക്കൊപ്പമുണ്ട്. റാങ്കുകളുടെ അകമ്പടിയോടെ 50 വർഷത്തിലേറെ പ്രൗഢമായ പാരമ്പര്യം, മാറുന്ന നൂതന വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം തികഞ്ഞ അച്ചടക്കത്തോടെ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള മികച്ച കോഴ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, കുഞ്ഞുണ്ണിമാഷ് പഠന ഗവേഷണ ലൈബ്രറി. മായ കോളേജ് കോഴ്സസ് ഓഫ് MA, BA, MCom, BCom, MBA, BBA, MCA, BCA, സ്റ്റേറ്റ് ആൻഡ് NIOS +2 കോഴ്സുകളും. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കലാ, സാഹിത്യ, സംഗീത, കായിക മേഖലകൾ സമന്വയിക്കുന്ന ക്യാമ്പസ്. മായ കോച്ചിംഗ് സെന്റർ, PSC കോച്ചിംഗ്, ട്യൂഷൻ ഫോർ സ്റ്റേറ്റ് ആൻഡ് CBSE, LP, UP, ഹൈസ്കൂൾ, +2, UG, PG, ഡിപ്ലോമ, ഓൾ സബ്ജക്ട്സ്. മോണ്ടിസോറി പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിംഗ്, കോളേജ് ഓഫ് ഫാഷൻ ഡിസൈൻ, പാരാമെഡിക്കൽ അക്കാദമി, കമ്പ്യൂട്ടർ അക്കാദമി, കൂടാതെ നിരവധി റെഗുലർ കോഴ്സുകളും. ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. പ്രവേശനം തുടരുന്നു. മായ കോളേജ്, വലപ്പാട്. TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2024. SSLC +2 വിഷയങ്ങളിൽ ഫുൾ A+ നേടിയ കേരള വിഷൻ വരിക്കാരുടെ മക്കൾക്ക് പുരസ്കാരം നൽകുന്നു.
കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ ബന്ധപ്പെടുക. അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി ജൂൺ 5. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to University of Calicut, approved by Government of Kerala. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. We offer BCom taxation, BCom cooperation, BCom finance, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്ന്? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. കഴിമ്പ്രം VPM SNDP സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം ചെയ്തു. MPTA പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത് അധ്യക്ഷയായി. വാർഡുകളിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ പഞ്ചായത്ത് അംഗം ഷൈൻ നേടിയിരിപ്പിൽ ആദരിച്ചു. സ്കൂൾ പരിസരത്തെ വീടുകളിൽ NSS വളണ്ടിയർമാർ വൃക്ഷത്തൈ വിതരണം ചെയ്തു.
സ്കൂൾ പ്രിൻസിപ്പാൾ ജയലക്ഷ്മി, പ്രധാനാധ്യാപിക ബീന ടി രാജൻ, PTA വൈസ് പ്രസിഡന്റ് സുമോദ് എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ ഗൈഡ് വിഭാഗം ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. സ്കൂൾ പരിസരത്തെ റോഡരിക് മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി വേസ്റ്റ് ബിൻ സ്ഥാപിക്കുന്നതിനായി സീഡ്, സ്കൗട്ട് അംഗങ്ങൾ പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകി. കഴിഞ്ഞ സീസണിൽ നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സ്നേഹാരാമം തീർക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ വിദ്യാലയത്തിലെ VPM SNDP HSS സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ തന്നെയാണ് വിജയ് മാഷിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ പാലപ്പെട്ടി പടിഞ്ഞാറ് മാരാത്തുവളവിൽ വളരെയധികം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന, പ്രത്യേകിച്ചും ആ ഒരു പ്രദേശം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഏറെ വൃത്തിഹീനമായ മാലിന്യങ്ങൾ ചൊരിയുന്ന ഒരു പ്രദേശത്തെ നമുക്ക് മാറ്റിയെടുക്കുന്നതിൽ നമ്മുടെ ഇവിടുത്തെ NSS നാട്ടിക NES കോളേജിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. ചെയർമാൻ ശിവൻ കണ്ണോളി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിന ക്വിസ്, പോസ്റ്റർ നിർമ്മാണം, പ്രസംഗം എന്നീ മത്സരങ്ങളുമുണ്ടായി. പ്രിൻസിപ്പാൽ NC അനീജ, MV ലതിമോൾ, V വിശ്വംഭരൻ, NN സ്മിത, PA സുഷ്മ, NR ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ശ്രദ്ധിച്ചു നീങ്ങേണ്ട പല കാര്യങ്ങളും ബന്ധപ്പെട്ടതാണ് ഈ ദിവസം. പരിസ്ഥിതി എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ മറ്റേ കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഇടുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉൾപ്പെടെ അതൊന്നും പാടില്ല, കത്തിക്കാൻ പാടില്ല പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ. അപ്പോൾ അത് തുടക്കം തന്നെ അത് നിരോധിക്കണമെന്നുള്ള അഭിപ്രായങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രവൃത്തികൾ, കാര്യങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. വലപ്പാട് ഭാരത് വിദ്യാമന്ദിറിലെ പരിസ്ഥിതി ദിനാചരണം പ്രിൻസിപ്പാൽ ബിന്ദു സോമൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അങ്കണത്തിലെ മുത്തശ്ശിമാവിൽ പുഷ്പാർച്ചന നടത്തി വിദ്യാർത്ഥികൾ ആദരമർപ്പിച്ചു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ R ദിനേശൻ, N സരിത, സുബ്രഹ്മണ്യൻ, ജ്യോതി CB എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം ഉൾപ്പെടുത്തിയ പ്രസംഗം, കവിതാലാപനം, നൃത്താവിഷ്കാരം എന്നിവയുണ്ടായി. So today we are celebrating the World Environment Day. Its theme was already given to you, but I don't know how many of you understood the theme of World Environment Day in 2024. I'm not going to repeat the same sentence here, but I would like to make you understand. The theme of this year is to restrict കണ്ടശാങ്കടവ് മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കണ്ടശാങ്കടവ് SH ഓഫ് മേരീസിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിസ്ഥിതി ദിനാചരണം നടത്തി. ഫാദർ ജോസ് ചാലക്കൽ ഉദ്ഘാടനം ചെയ്തു. ജോയ്മോൻ പള്ളിക്കുന്നത്ത് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക സിസ്റ്റർ ജാസ്മിൻ, PTA പ്രസിഡന്റ് കിരൺ, ഷീന വിവേകാനന്ദൻ, പ്രവീൺ കോൺട്രപ്പശ്ശേരി എന്നിവർ സംസാരിച്ചു. ചികിത്സാ സഹായ വിതരണം, ഫലവൃക്ഷ തൈകളുടെ വിതരണം എന്നിവയുണ്ടായി. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും എഴുതിയിട്ട്, നിങ്ങളെല്ലാവരും എഴുതിയിട്ടുള്ള എന്താണ്? ആരെ സംരക്ഷിക്കാൻ എഴുതിയിരിക്കുന്നത്? ആരെ സംരക്ഷിക്കാൻ എഴുതിയിരിക്കുന്നത്? ഭൂമിയെ സംരക്ഷിക്കാനാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അതിൽ വെള്ളമുണ്ട്, വായുണ്ട്, പിന്നെന്താ ഉള്ളത്? മരങ്ങളുണ്ട്, ചെടികളുണ്ട്, പൂക്കളുണ്ട്, പിന്നെന്താ ഉള്ളത്? പഴങ്ങളുണ്ട് അല്ലേ? അങ്ങനെ ധാരാളം സാധനങ്ങളുണ്ട്. വാടാനപ്പള്ളി യുവജന സംഘം വായനശാലയുടെ പരിസ്ഥിതി ദിനാചരണം വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് TN ഉദയകുമാർ അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി സുരേഷ് മഠത്തിൽ, വാർഡ് മെമ്പർ ഷൈജ ഉദയകുമാർ, ഗിരീഷ് മാത്തുക്കാട്ടിൽ, പ്രമീള ബൈജു, KC സുധ, സാജിദ നവാസ് എന്നിവർ സംസാരിച്ചു. ദീപയുടെ ഓർമ്മയ്ക്കായി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലൈഖ ജമാലു ഫലവൃക്ഷ തൈകൾ വായനശാലയ്ക്ക് സംഭാവന നൽകി.
അംഗൻവാടി പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വലപ്പാട് 4-ാം വാർഡ് അങ്കണവാടിയിലേക്ക് ലയൺസ് ക്ലബ്ബ് ഓഫ് തൃപ്രയാർ ടെമ്പിൾ സിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ടിഫിൻ കാരിയറും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഉച്ചഭക്ഷണ വിതരണവും ചെയ്തു. ലയൺസ് ക്ലബ്ബ് ട്രഷറർ ജോസ് താടിക്കാരൻ അധ്യക്ഷത വഹിച്ച യോഗം വാർഡ് മെമ്പർ EP അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഷാജി ചാലിശ്ശേരി, PA ജോസഫ്, സിന്ധുമോൾ, ഉഷ ഉണ്ണികൃഷ്ണൻ, VV സുധ എന്നിവർ സംസാരിച്ചു. അംഗനവാടികളിലും പ്രവേശനോത്സവം സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ച് നിർദ്ദേശം കൊടുത്തത്. കാലാവസ്ഥ അന്ന് വളരെ മോശമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അന്നത്തെ ദിവസം നമുക്ക് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം നടത്താൻ, പ്രവേശനോത്സവം നടത്താൻ നമുക്ക് കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ അന്ന് ഔദ്യോഗികമല്ലെങ്കിൽ പോലും അംഗനവാടിയിൽ പ്രവേശനോത്സവം നടത്തുകയുണ്ടായി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഫലവൃക്ഷ തൈകൾ നട്ടു. തളിക്കുളം ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറിയിൽ നടത്തിയ പരിപാടി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത അധ്യക്ഷയായി. ജനപ്രതിനിധികളായ ബുഷറ അബ്ദുൽ നാസർ, സിംഗ് വാലത്ത്, സന്ധ്യ മനോഹരൻ, കൃഷി ഓഫീസർ TR അഞ്ജന, K ജിഷ, CN രമ്യ, ഡോക്ടർ സുമയ്യ, ഡോക്ടർ കിരൺ, ഡോക്ടർ സൂര്യ എന്നിവർ സംസാരിച്ചു. മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുകയാണെങ്കിൽ പോലും അതിന് പകരം മരങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ ഭൂമിയെ, പ്രകൃതിയെ സംരക്ഷിക്കുക, മനുഷ്യജീവനെ ഏറ്റവും പ്രധാനം, പ്രകൃതി ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഈ വർഷത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് എൻ്റെ ഭൂമി, എൻ്റെ നാട്, എൻ്റെ ഭാവി, എൻ്റെ ഭൂമി അല്ലെങ്കിൽ എൻ്റെ നാട്, എൻ്റെ ഭാവി എന്നാണ് നമ്മുടെ ഈ വർഷത്തെ മുദ്രാവാക്യമായിട്ട് പറയുന്നത്. ചാഴൂർ SNM HSS സ്കൂളിലെ NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. പുള്ളു പരിസരത്ത് നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടി ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷില്ലി ജിജുമോൻ, തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ TN രാജേഷ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ AD പ്രമോദ്, A സതീഷ് കുമാർ, പ്രധാനാധ്യാപിക TS സുനി, CPOമാരായ CS ശ്രീതു, PN സന്തോഷ് എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വൃക്ഷത്തൈ നടുന്ന പരിപാടികളൊക്കെ തന്നെ രാവിലെ ഉണ്ടായിരുന്നു. 5 കേന്ദ്രങ്ങളിൽ ഞാൻ ഇന്ന് രാവിലെ തന്നെ പോയിരുന്നു. നമുക്കറിയാവുന്നതുപോലെ വിദ്യാർത്ഥികളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവമായ ഒരു സാഹചര്യത്തെയാണ് നമ്മളിന്ന് നേരിടുന്നത് എന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം സീറോ ഗവൺമെൻറ് ഇതിൻ്റെ മുദ്രാവാക്യം തന്നെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ മുദ്രാവാക്യം തന്നെ ഇപ്പോൾ സീറോ കാർബൺ എന്ന ആ രീതിയിലേക്ക്, ആ സ്റ്റേജിലേക്ക് എത്തിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. തളിക്കുളം പുതിയങ്ങാടി മോഡൽ ഹൈസ്കൂളിലെ പരിസ്ഥിതി ദിനാഘോഷം പ്രധാനാധ്യാപകൻ PS സൈനുദ്ദീൻ വൃക്ഷത്തൈകളും വിത്തുകളും വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുത്തു. പരിസ്ഥിതി സംരക്ഷണ സന്ദേശം നൽകുന്ന പ്രസംഗങ്ങളും മറ്റ് കലാപരിപാടികളും കുട്ടികൾ അവതരിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ ബട്ടർഫ്ലൈ ഗാർഡൻ നിർമ്മിച്ചു. ഇക്കോ ക്ലബ് കൺവീനർ ശാലിനി, മറ്റു അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ അങ്കണത്തിൽ 50ലേറെ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിച്ച് ആലപ്പാട് GLP സ്കൂളിലെ പരിസ്ഥിതി ദിനാഘോഷം. ഗ്രീൻലാൻഡ് ലാൻഡ്സ്കേപ്പിംഗ് കമ്പനിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. പ്രധാനാധ്യാപിക KS സിനി, ഗ്രീൻ പ്ലാനറ്റ് മാനേജിംഗ് ഡയറക്ടർ വിഷ്ണു K മുരളി എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കിഴുപ്പിള്ളിക്കര പന്നിക്കുളത്തിലേക്ക് അഴിമാവ് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞു വീണു. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിൽ BJP പ്രവർത്തകരുടെ ആഹ്ലാദം പങ്കുവയ്ക്കൽ തുടരുന്നു.
നാടാകെ ചെടി നട്ട് പരിസ്ഥിതി ദിനാഘോഷം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.